ബഹിരാകാശത്തേക്ക് യാത്ര നടത്തി തിരിച്ചു വന്നിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു വിനോദസഞ്ചാരി. ആന്ധ്രാപ്രദേശിലെ വിജയവാഡ സ്വദേശിയായ ഗോപീചന്ദ് തൊട്ടക്കുറയാണ് ഇപ്പോൾ ഭാരതത്തിന്റെ അഭിമാനമായിരിക്കുന്നത്. ആമസോൺ ഉടമ ജെഫ് ബസോസിന്റെ കമ്പനിയായ ബ്ലൂ ഓറിജിന്റെ 7ാമത്തെ ബഹിരാകാശ ദൗത്യം വിജയിച്ചതോടെ സ്പേസിലെത്തുന്ന 2ാമത്തെ ഇന്ത്യൻ പൗരനെന്ന നേട്ടമാണ് ഗോപീചന്ദ് സ്വന്തമാക്കിയത്. 10 മിനിറ്റോളം ബഹിരാകാശം ചുറ്റിയടിച്ചുകൊണ്ട് സ്പേസിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി എന്ന പേരും 30കാരനായ ഗോപീചന്ദിന് സ്വന്തം. ഭൗമനിരപ്പിൽ നിന്നും 100 കിലോമീറ്റർ ഉയരത്തിലുള്ള ബഹിരാകാശത്തിന്റെ പരമ്പരാഗത അതിർത്തി നിർവചനമായ കാർമൽ ലൈൻ കടന്നാണ് ഈ ദൗത്യം വെന്നിക്കൊടി പാറിച്ചത്. റിട്ടയർഡ് വിംഗ് കമാൻഡർ രാകേഷ് ശർമ്മയാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. പൈലറ്റായ ഗോപീചന്ദ് തോട്ടക്കുറ അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ സുഖചികിത്സാ സംരംഭമായ പ്രിസർവ് ലൈഫ് കോറിന്റെ സ്ഥാപകനുമാണ്. ബുഷ് വിമാനങ്ങൾ, സീപ്ലെയിനുകൾ, ഹോട്ട് എയർ ബലൂണുകൾ, എയറോബാറ്റിക് വിമാനങ്ങൾ എന്നിവ പറത്താൻ വിദഗ്ധനായ ഗോപീചന്ദ് ഇന്ത്യയിൽ എയർ ആംബുലൻസ് സർവീസും നടത്തിയിരുന്നു. അന്താരാഷ്ട്ര മെഡിക്കൽ ജെറ്റ് പൈലറ്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പർവ്വതാരോഹകൻ കൂടിയായ ഗോപീചന്ദ് കിളിമഞ്ചാരോ കൊടുമുടിയും കീഴടക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് പഠിക്കുന്നതിനു മുൻപേ തന്നെ വിമാനം പറത്താനാണ് ഗോപീചന്ദ് പഠിച്ചത്. ബഹിരാകാശ യാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോപീചന്ദ് തോട്ടക്കുറയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇത് കേവലം വ്യക്തിപരമായ നേട്ടമല്ല, ബഹിരാകാശത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിക്കുള്ള അംഗീകാരം കൂടിയാണ്. തന്റെ ബഹിരാകാശ സഞ്ചാരത്തെക്കുറിച്ച് ഗോപീചന്ദ് പ്രതികരിച്ചു. ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരനായ അലൻ ഷെപ്പേർഡിന്റെ സ്മരണാർത്ഥമാണ് പേടകത്തിന് ന്യൂ ഷെപ്പേർഡ് എന്ന പേര് നൽകിയത്. 90കാരനായ എഡ്വൈഡ് മേസൺ ഏഞ്ചൽ, സിൽവിയൻ ഷിറോൺ, കെന്നത്ത് എൽ ഹെസ്, കാരൽ ഷാലർ എന്നീ 5 യാത്രികരും ഗോപീചന്ദിനൊപ്പം ദൗത്യത്തിൽ ഉണ്ടായിരുന്നു. ഇതുവരെ 31 പേരാണ് ബ്ലൂ ഒറിജിന്റെ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ കാർമൻ രേഖ മറികടന്നത്.